മക്കളെ, നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്, ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ എഴുതുമ്പം ആ സ്റ്റെപ്പുകളിൽ മിസ്റ്റേക്ക് വരാതെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. നമ്മൾ ബേസിക് ആയിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമ്മൾ പോളിനോമിയൽ എന്ന ചാപ്റ്റർ പഠിച്ചപ്പം ഇൻഡയറക്റ്റ്ലി അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു അവിടെ. കാരണം നമ്മളവിടെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്നൊരു കാര്യം പറഞ്ഞു. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ax² + bx + c, അതായത് എക്സിൻ്റെ പവർ 2 ആണെങ്കിൽ നമ്മളതിനെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയും. നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ax² + bx + c = 0. അതായത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്താൽ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് മാറി. ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്താൽ അതിനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ax² + bx + c = 0 ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അവിടെ എ ബി സി ഇവർ റിയൽ നമ്പേഴ്സാണ്. ഈ മൂന്നും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അത് മാത്രമല്ല a≠0 ആയിരിക്കണം. അതിന് കാരണം എന്തുകൊണ്ടാണ്? a≠0 ആകാൻ കാരണം എന്താ? a=0 ആണെങ്കിൽ 0 × x², പിന്നെ ഈ പോർഷൻ ഇല്ല. അപ്പം പിന്നെ bx + c = 0 എന്ന് വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രോബ്ലം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സിൻ്റെ പവർ 1 ആണെങ്കിൽ അതിനെ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്നാണ് പറയുന്നത്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് ഓഫ് ദ ഫോം ax² + bx + c = 0. എ ബി സി ഇവർ മൂന്ന് പേരും റിയൽ നമ്പേഴ്സ് ആണ്. ABC ആർ റിയൽ നമ്പേഴ്സ് ആൻഡ് a≠0. ഇത്രയും കാര്യങ്ങൾ മക്കൾ ബേസിക് ആയിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സെലക്ട് ചെയ്തു. ax² + bx + c = 0 ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഇതിൻ്റെ റൂട്ട് ആൽഫയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം x = α ഈസ് എ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ എക്സിന് പകരം നമ്മൾ ആൽഫ കൊടുത്തു കഴിഞ്ഞാൽ a⁴² + bα + c = 0 ആയിരിക്കും. അതാണ് നമുക്ക് റൂട്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ സാറിപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് മാത്രമാണ് പറയുന്നത്. സാർ പഠിപ്പിക്കുന്ന ഓരോ കോൺസെപ്റ്റും വളരെ കൃത്യമായിട്ട് നമ്മൾ ഓരോ എക്സാമ്പിൾസ് ചെയ്തുകൊണ്ട് സാർ വളരെ ക്ലിയർ ആയിട്ട് പഠിപ്പിക്കും. അപ്പം മക്കൾക്ക് അത് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൻ്റെ ആണിക്കല്ലാണ്. അതുകൊണ്ട് സാർ ജസ്റ്റ് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ax² + bx + c = 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ടാണെങ്കിൽ x = α ഈ ഇക്വേഷൻ്റെ, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. അതായത് എക്സിന് ആൽഫ കൊടുത്തു കഴിഞ്ഞാൽ a⁴² + bα + c = 0 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മക്കളൊന്ന് ബേസിക് ആയിട്ട് പഠിച്ചിരിക്കുക. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ 1 by 1 ആയിട്ട് ഓരോരോ കണക്കുകൾ ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ ചാപ്റ്ററിലെ ഓരോ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമേ ബേസിക്കലി മക്കൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, സിമ്പിൾ, നമുക്ക് ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ സിമ്പിൾ ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ആദ്യമേ കുറച്ച് ബേസിക് കോൺസെപ്റ്റുകൾ
മനസ്സിലാക്കാൻ വേണ്ടി സാറ് സിമ്പിളായിട്ടുള്ള കുറച്ച് കണക്കുകൾ ചെയ്തുകൊണ്ട് ഇതിലെ ബേസിക് കോൺസെപ്റ്റുകൾ പറയും. അതിനുശേഷം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സസൈസുകളും എല്ലാം സോൾവ് ചെയ്യുന്നുണ്ട്. കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഒരു എക്സ്പ്രഷൻ അവർ തന്നിട്ടുണ്ട്. നമുക്ക് അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ AX² + BX + C = 0 ആ ഒരു ഫോമിൽ വരണം. അവിടെ A ≠ 0 ആയിരിക്കണം, ABC ഇവരൊക്കെ റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യണം. ക്വസ്റ്റ്യൻ നോക്കാം. ചെക്ക് വെദർ ദ ഫോളോയിങ് ആർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. നമുക്ക് x+1² = 2 × x - 3 ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ? നമുക്ക് ആദ്യമേ അവർ തന്നിരിക്കുന്നത് ജസ്റ്റ് എഴുതാം. x+1² = 2 × x - 3 ഇത് ക്വാഡ്രാറ്റിക് ആണോ? ആദ്യം നമ്മളിത് സോൾവ് ചെയ്യണം. x+1² ഇത് a+b² ഫോമാണ്. a² + 2ab + b². അപ്പം നമുക്ക് x² + 2x + 1 എന്ന് കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2x - 6 എന്ന് കിട്ടും. നമ്മളിവിടെ ബ്രാക്കറ്റ് മാറ്റി. നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒന്ന് തന്നെ വന്നാൽ, ഒരേ ടൈം തന്നെ വന്നാൽ നമുക്കറിയാം, നമുക്കത് ക്യാൻസൽ ചെയ്യാം. എന്തുകൊണ്ടാണ്? ഈ 2x ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഇത് -2x ആയിട്ട് മാറും. അപ്പം നമുക്ക് x² + 1 = -6 എന്ന് വരും. ഈ -6 ഇപ്പുറത്ത് വരുമ്പം ഈ 1 + 6 7 വരും. അപ്പം നമ്മുടെ എക്സ്പ്രഷൻ ഇങ്ങനെ വരും. ഇതാ കണ്ടോ, x² + 7 = 0. ഇങ്ങനെ നമ്മുടെ എക്സ്പ്രഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമാണ്. ഇവിടെ AX² + BX + C = 0 ഫോമിലാണ്. ഇവിടെ എക്സിൻ്റെ ടേം ഇല്ല എന്നതുകൊണ്ട് B = 0 ആണെന്ന് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്കിതിനെ A² + 0x + C = 0 അങ്ങനെയും കാണിക്കത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് x² + 7 = 0 ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ദെയർഫോർ ദ ഗിവൺ എക്സ്പ്രഷൻ ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ പറയണം. ഇവിടെ A ≠ 0 ആണ്. ഇവിടെ A 1 ആണ്. x² കോഎഫിഷ്യൻ്റ് ആണ് A ആയിട്ട് വരുന്നത്. അവിടെ A ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം A = 1 എന്നാണ് എൻ്റെ മീനിങ്. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ദാ x³ - 4x² - x + 1 = x - 2 നമ്മൾ ക്യൂബ് കണ്ടപ്പം നമുക്കൊരു പക്ഷേ തോന്നും ക്യൂബ് ഉണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകിയല്ലോ എന്ന്. കാരണം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ AX² + BX + C = 0 അവിടെ x² ഉള്ളൂ. പക്ഷെ ചിലപ്പം ഈ ക്യൂബ് ക്യാൻസൽ ആയി പോവാം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് x³ - 4x² - x + 1 = x - 2 ആണ്. നമുക്ക് ആദ്യമേ അറിയാം a-b³ എക്സ്പാൻഷൻ നമുക്കറിയാം. മക്കൾക്ക് ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. a-b³ എന്ന് പറയുന്നത് a³ - b³ - 3ab × a-b. a+b അല്ല, -3ab × a-b ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമുക്ക് a-b³ = a³ - b³ - 3ab × a-b. അറിയാൻ പാടില്ലാത്ത മക്കൾ നോട്ട് ചെയ്ത് വെക്കണം. a-b³ = a³ - b³ - 3ab × a-b. അപ്പോൾ ഈ ഫോമിൽ ഇതിനെ കൊണ്ടുവന്നേ. എക്സ് എ എന്ന് പറയുന്ന എക്സ് ആണ്, ബി എന്ന് പറയുന്നത് 2 ആണ്. അപ്പം a³ അതായത് x³ - b³, 2ൻ്റെ ക്യൂബ് 8 ആണ്, -3 × a × b × a-b. a³ - b³ - 3ab × a-b ഫോമിലേക്ക് നമ്മളതിനെ കൊണ്ടുവന്നു. അപ്പം നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. x³ - 8 -
3 × 2 6 വന്നു. അപ്പോൾ 6x × x-2 ഇങ്ങനെ നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെയൊക്കെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് ചെയ്യുമ്പോൾ ഒരിക്കലും മിസ്റ്റേക്ക് വരാതെ കെയർഫുള്ളായിട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എന്താണ്, x³ - 4x² - x+1. നമ്മളിത് ഒന്നുകൂടി എഴുതി, s³ - 4x² - x+1 ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ x³ - 8 മൈനസ് നമ്മളിത് ഈ ബ്രാക്കറ്റ് അങ്ങ് മാറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ -6x² + 12x എന്ന് കിട്ടും. -6x² + 12x. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ ഇങ്ങനെ വന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ എഴുതുമ്പം ഒരിക്കലും മിസ്റ്റേക്ക് വരാതെ നമ്മൾ ശ്രദ്ധിച്ചോണം. a-b³ ഫോർമുല നമ്മൾ ഇപ്പം തന്നെ എഴുതി വെക്കണം. a-b³ ഈസ് ഈക്വൽ ടു a³ - b³ - 3ab × a-b. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ x³ ഉണ്ട്, റൈറ്റ് സൈഡിൽ x³ ഉണ്ട്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ x³ ക്യാൻസൽ ആയിപ്പോയി. ഇനി ഇവിടെ -6x² ഇവിടെ -4x² ഉണ്ട്. ഈ 6x² ഇപ്പുറത്ത് വരുമ്പം അത് പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ 6x² - 4x² ഇവിടെ 2x² ആയിട്ട് മാറും. ഇനി അടുത്ത ടൈം നോക്കിയേ, 12x ഇവിടെ ഉണ്ട്, അത് ലെഫ്റ്റിലേക്ക് വരുമ്പം അത് -12x ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഒരു -x വേറെ ഉണ്ട്, അപ്പോൾ ടോട്ടൽ -13x വരും. ഇനി ലാസ്റ്റ് ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ -8 ഇപ്പുറത്തേക്ക് വരുമ്പം +8 ആയിട്ട് മാറും. അപ്പോൾ 1 + 8 എന്ന് പറയുമ്പം 9. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് ഇത്രയാണ്. ലാസ്റ്റ് കിട്ടുന്ന നമ്മുടെ എക്സ്പ്രഷൻ ഇത്രയേ ഉള്ളൂ. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലാണ്. ax² + bx + c = 0, വേർ a, b, c ആർ റിയൽ നമ്പേഴ്സ് ആൻഡ് a നോട്ട് ഈക്വൽ ടു 0. എല്ലാ കണ്ടീഷനും കിട്ടി. അതായത് ax² + bx + c = 0 നമുക്ക് സെക്കൻഡ് ഡിഗ്രിയിലാണ് വന്നിരിക്കുന്നത്. എ ബി സി ഉണ്ട്, റിയൽ നമ്പേഴ്സ് ആണ്, a നോട്ട് ഈക്വൽ ടു 0 ആണ്. ദെയർഫോർ ദിസ് എക്സ്പ്രഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മുടെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ്, x³ - 4x² - x+1 = x-2 എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ എന്നാണ് ചോദ്യം. ദെയർഫോർ ദിസ് എക്സ്പ്രഷൻ ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമ്മളൊരു 3 എക്സ്പ്രഷൻസ് കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. അതായത് ഒരു എക്സ്പ്രഷൻ അവർ തന്നിട്ട് അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2 ചെക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മളൊരു 3 എക്സ്പ്രഷൻ കൂടി ചെയ്യാൻ പോവാണ്. അതിനുശേഷം സാർ 3 ഹോംവർക്കുകളും തരും. അപ്പോൾ മക്കൾ അത് തനിച്ച് ചെയ്തിട്ട് സാറിന് കമൻ്റായിട്ട് അയക്കുകയും ചെയ്യണം. നമുക്കൊരു എക്സ്പ്രഷൻ x+2³ = 2x × x² - 1. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ? നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഇതാണ്, x+2³ ഈസ് ഈക്വൽ ടു 2x × x² - 1. ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോഴേ അറിയാം ഇത് a+b³ ഫോമിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം a+b³ ഈസ് ഈക്വൽ ടു a³ + b³ + 3a²b + 3ab². സാധാരണ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് a³ + b³ + 3ab × a+b എന്നും പറയാറുണ്ട്. പക്ഷെ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പം മക്കൾക്ക് ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ എഴുതി വെച്ചോണം, a+b³ ഈസ് ഈക്വൽ ടു a³ + b³ + 3a²b + 3ab². അപ്പോൾ ആ രീതിയിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ x+2³ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ x³ + 2³ എന്ന് പറയുമ്പോൾ 8 വരും, പ്ലസ് 3a²b, അതായത് 3 × x² × 2 എന്ന് വരും. 3a²b എന്ന് പറയുമ്പം എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്ത് 2 ആണ് അല്ലേ? അപ്പം 3x² × 2 പ്ലസ് 3ab² എന്ന് വരും. അപ്പം 3 × x × 2² 4 എന്ന് വരും. ഇവിടെ ഒന്നും ഒരിക്കലും മിസ്റ്റേക്ക് വരാതെ വളരെ കെയർഫുള്ളായിട്ട് മക്കൾ ചെയ്തുകൊണ്ടിരിക്കണം. റൈറ്റ് സൈഡിൽ നമ്മളിതിന് ബ്രാക്കറ്റ് മാറ്റിയാൽ
2x³ മൈനസ് 2x എന്ന് റൈറ്റ് സൈഡിൽ കിട്ടും. അപ്പം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കറക്റ്റ് ചെയ്യാം. x³ പ്ലസ് ഈ 8 ഉണ്ട്, 3 × 2x², അപ്പം 6x² ഉണ്ട്, 3 × 4 12x വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ 2x³ മൈനസ് 2x വരും. ഇനി കെയർഫുള്ളായിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഈ x³ ഇങ്ങോട്ട് എഴുതി, ഇനി 6x² നമ്മളൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനെ എല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം. റൈറ്റിലേക്ക് കൊണ്ടുവന്നാൽ 2x³ മൈനസ് x³ എന്ന് പറയുമ്പം നമുക്ക് x³ കിട്ടും. ഇനി ഈ 6x² ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മൈനസ് 6x² ആവും. ഇനി ഇവിടെ 12x ഉണ്ട്, ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഈ 12x മൈനസ് 12x ആയിട്ട് മൈനസ് 2x മൈനസ് 12x, അപ്പം മൈനസ് 14x എന്ന് വരും. 8നെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മൈനസ് 8 = 0. ഇവിടെ എന്താ സംഭവിച്ചേക്കണേ? നമ്മുടെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകണമെങ്കിൽ ax² പ്ലസ് bx പ്ലസ് c = 0 ഫോമിൽ വരണം. പക്ഷെ ഇവിടെ x³ വന്നിരിക്കുന്നത്, ക്യൂബാണ്, സ്ക്വയറിലല്ല സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ദിസ് ഈസ് നോട്ട് ഓഫ് ദ ഫോം ax² പ്ലസ് bx പ്ലസ് c = 0. Therefore, the given expression is not a quadratic polynomial. ഇനി നമുക്ക് അടുത്ത എക്സ്പ്രഷൻ നോക്കാം. കുറച്ചുകൂടി സിമ്പിളാണ്. x² പ്ലസ് 3x പ്ലസ് 1 = x - 2 ഹോൾ സ്ക്വയർ. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് ആദ്യമേ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ നമുക്കിങ്ങ് എഴുതാം. = x - 2 ഹോൾ സ്ക്വയർ. ഇതിപ്പോൾ a - b ഹോൾ സ്ക്വയർ ഫോമില അല്ലേ? അപ്പോൾ അത് നമുക്ക് a - b ഹോൾ സ്ക്വയർ = a² മൈനസ് 2ab പ്ലസ് b². അപ്പം x - 2 ഹോൾ സ്ക്വയർ x² മൈനസ് 2 × x × 2, അപ്പം 4x എന്ന് വരും, b² 4 എന്ന് വരും. അപ്പം നമുക്ക് ഇങ്ങോട്ട് നോക്കിയോ, ഡയറക്റ്റ് ആയിട്ട് x² ലെഫ്റ്റും റൈറ്റും വരുന്നതുകൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പം നമുക്ക് ഇവിടെ ഒരു 3x ഉണ്ട്, ഈ 4x ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പം 3x പ്ലസ് 4x 7x വരും. ഇവിടെ ഒരു 1 ഉണ്ട്, ഈ 4നെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പം അത് -4 ആയിട്ട് മാറും. അപ്പം നമുക്ക് 1 - 4 - 3, നമ്മുടെ എക്സ്പ്രഷൻ ഇങ്ങനെ മാറിയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് നോട്ട് ഓഫ് ദ ഫോം ax² പ്ലസ് bx പ്ലസ് c = 0. Therefore, the given expression, this expression is not a quadratic equation. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ചെയ്യാം. 2x - 1 × x - 3 = x + 5 × x - 1. നമുക്ക് ആ എക്സ്പ്രഷൻ നമുക്ക് അതുപോലെ എഴുതാം. 2x - 1 × x - 3 = x + 5 × x - 1. ആദ്യം നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. 2x × x 2x² വന്നു, 2x × -3 -6x വന്നു, -1 × x -x, -1 × -3 +3 വന്നു. റൈറ്റ് സൈഡിൽ x × x x² വന്നു, x × -1 -x വന്നു, 5 × x 5x, 5 × -1 -5. ഇനി നമ്മൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. നമുക്ക് ആദ്യമേ ഇവിടെ 2x² വന്നു, ഈ -6x -x കൂടി ചേരുമ്പോൾ -7x +3. റൈറ്റ് സൈഡിൽ x² ഉണ്ട്, -x 5x കൂടി +4x വന്നു, -5. അപ്പം നമ്മൾ ആദ്യമേ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകരുത്. അതിന് മുമ്പായിട്ട് ഇവിടുത്തെ ഇങ്ങനെ എക്സ് ഇങ്ങനെ 2 പ്രാവശ്യം കിടക്കുന്നതുകൊണ്ടും ഇവിടെയും എക്സ് ഇങ്ങനെ 2 പ്രാവശ്യം കിടക്കുന്നതുകൊണ്ടും അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ലൈനും കൂടി സ്റ്റെപ്പ് കൂട്ടിക്കൊണ്ട് വരണം. കാരണം ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടേ പിന്നെ നമ്മൾ x² ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുള്ളൂ. അപ്പം ഈ ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ 2x², ഇവിടെ x², ഇത് ഇങ്ങോട്ട് വരുമ്പം നമുക്ക് x² കിട്ടും. ഇവിടെ -7x ഉണ്ട്, ഇത് ഇങ്ങോട്ട് വരുമ്പം 4x -4x ആയിട്ട് മാറും.
അപ്പം -7x -4x കൂടി -11x വന്നു. ഈ -5 ഇപ്പുറത്ത് വരുമ്പം +5 ആയിട്ട് മാറി. അപ്പം 3 + 5 8 വന്നു. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ നോക്കിയേ. നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, അല്ലെങ്കിൽ ax² + bx + c = 0, വേർ a not equal to 0. ഇവിടെ 1 ഉണ്ട്, എക്ക് പകരം വേണം 1 എന്ന് പറയാം. അതുപോലെ a b c ആർ റിയൽ നമ്പേഴ്സ്. a b c ആർ റിയൽ നമ്പേഴ്സ് ആൻഡ് a not equal to 0. Therefore this expression, that is x² - 11x + 8 = 0 is a quadratic equation. അല്ലെങ്കിൽ നമുക്ക് പറയാം, നമുക്ക് അങ്ങനെയല്ല പറയേണ്ടത്. നമുക്ക് അവർ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഇതാണ്: 2x - 1 × x - 3 is equal to x + 5 × x - 1. The expression is a quadratic equation. ഇനി സാറ് 3 എക്സാമ്പിൾസ് തരാം. ഒന്നാമത്തേത് മക്കൾ നോട്ട് ചെയ്യണം. x - 3 × 2x + 1 is equal to x × x + 5. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് സാറിന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. വളരെ സിമ്പിളാണ്, നമ്മൾ ഇതിനേക്കാളും ബുദ്ധിമുട്ടുള്ളത് ചെയ്തു കഴിഞ്ഞു. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ: x - 2 × x + 1 is equal to x - 1 × x + 3. ആദ്യമേ ബ്രാക്കറ്റുകളെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എല്ലാം കൂടി ഒരേ സൈഡിലേക്ക് ആക്കിയിട്ട് ax² + bx + c = 0 ഫോമിലാണോ എന്ന് സാറിന് കമൻറ്റ് ചെയ്യണം. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. x² - 2x is equal to -2 × 3 - x. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു എളുപ്പം പറയാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സാർ ഒരു ഹിൻഡ് തരാം. നമുക്ക് ഈ -2 വെച്ചുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ -2 × 3 - x ഇങ്ങനൊരു എക്സ്പ്രഷൻ വന്നു കഴിഞ്ഞാൽ ഈ മൈനസ് മാറ്റിക്കളഞ്ഞാൽ ഇത് തിരിച്ചിട്ടാൽ മതി, x - 3 എന്നാവും. അപ്പോൾ പോസിറ്റീവ് ആയിക്കോളൂ. ഈ മൈനസ് അങ്ങോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ അടുത്ത മൈനസ് തിരിച്ചിട്ടാൽ മതി. ഈ മൈനസ് മാറ്റാൻ വേണ്ടി 3 - x x - 3 ആക്കി കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് ആവും. എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഇതിങ്ങനെ തിരിഞ്ഞു വരുമ്പം -x - 3 എന്ന് വരും. അപ്പം മൈനസും മൈനസും കൂടി കട്ടായിട്ട് 2 × x - 3. നമുക്ക് എളുപ്പ വഴികൾ ഉള്ളത്, നമുക്ക് ഈ രീതിയിലൊക്കെ മൈനസും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് എളുപ്പത്തിലാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ കൂടുതൽ എളുപ്പം ഉണ്ടാവും. അപ്പം 3 ക്വസ്റ്റ്യൻസ് എക്സ്പ്രഷൻസ് മക്കൾ ഹോംവർക്കായിട്ട് ചെയ്തിട്ട് അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ എന്ന് സാറിന് കമൻ്റായിട്ട് എഴുതി അറിയിക്കണം. ഇവിടെ നമുക്ക് ഓരോ സിറ്റുവേഷൻസ് അവർ തന്നിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലേക്ക് നമുക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു 4 സിറ്റുവേഷൻസ് സാറ് കാണിച്ചു തരാം. അത് മക്കൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് മക്കൾക്ക് ഹോംവർക്കായിട്ട് ഇതുപോലുള്ള പല ക്വസ്റ്റ്യൻസും സാറിൻ്റെ വാട്സപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ സാറിൻ്റെ എക്സ്പേർട്ടായിട്ടുള്ള ഓൺലൈൻ ലേഡി ടീച്ചേഴ്സ് ഉണ്ട്. അവർക്ക് PDF ക്വസ്റ്റ്യൻസ് സാർ അവർ അയച്ചു തരും. എന്നിട്ട് അതിനുശേഷം അവർ തന്നെ പഠിപ്പിച്ച് ലൈവായിട്ട് ക്ലാസ് എടുത്തു തരും. 5 കുട്ടികളുടെയും 10 കുട്ടികളുടെയും ബാച്ചുണ്ട്. മക്കൾ സാറിനെ വാട്സപ്പിൽ വിളിച്ചാൽ മതി. അപ്പോൾ സാർ ഒരു 4 ക്വസ്റ്റ്യൻ കാണിച്ചു തരും. അത് മക്കൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ax² + bx + c = 0. a b c ആർ റിയൽ നമ്പേഴ്സ് ആൻഡ് a not equal to 0. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: റെപ്രസെന്റ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഇൻ ദ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഏരിയ ഓഫ് എ റെക്ടാങ്കുലർ പ്ലോട്ട് ഈസ് 528 m². ലെങ്ത് ഓഫ് ദ പ്ലോട്ട് ഇൻ മീറ്റർ ഈസ് 1 more than twice its breadth. We need to find the length and breadth of the plot. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളോട് ലെന്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാനല്ല പറഞ്ഞത്, നമ്മളോടൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതായത് ലെന്തും ബ്രെഡ്ത്തും കിട്ടുന്ന രീതിയിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടാക്കുക. അതിനുശേഷം നമുക്ക് സോൾവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് പഠിക്കുന്നുണ്ട്. നമ്മൾ പോളിനോമിയൽസിൽ തന്നെ പഠിച്ചതാണ് അതൊക്കെ. എങ്കിലും നമുക്ക് x² - 2x + 1 = 0 ഇങ്ങനെയുള്ള ഫോമിൽ എക്സ് കണ്ടുപിടിക്കാനുള്ള ട്രിക്കൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണെങ്കിലും അത് പിന്നീട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിൽ ഇനി ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഇപ്പം നമുക്ക് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മാത്രം ഫോം ചെയ്യാം. അപ്പോൾ അവർ ചോദിച്ചത് ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ 528 ആണ്. ഇനി
the plot length of the plot in meter is 1 more than twice its breadth. അപ്പോൾ ആ റിലേഷനാണ് നമ്മൾ ആരുമായിട്ടാണോ കമ്പയർ ചെയ്യേണ്ടത് അയാളെയാണ് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നത്. ഇവിടെ അവർ പറഞ്ഞതനുസരിച്ച് ലെന്തിനെ ബ്രെഡ്ത്തുമായിട്ട് കമ്പയർ ചെയ്യുക. കാരണം അവരെന്താ പറഞ്ഞത്? ലെന്ത് ഓഫ് ദ പ്ലോട്ട് ഈസ് 1 മോർ ദാൻ ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത് എന്നാണ് പറഞ്ഞത്. അപ്പം ബ്രെഡ്ത്തിൻ്റെ ട്വൈസിനോട് 1 കൂട്ടുമ്പോഴാണ് ലെന്ത് കിട്ടുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ എഴുതണ്ടേ? ലെറ്റ് ദി ബ്രെഡ്ത്ത് ഓഫ് ദി റെക്ടാങ്കിൾ ബി എക്സ് ആൻഡ് ഇറ്റ്സ് ലെന്ത് ബി 2x + 1. കാരണം എന്തുകൊണ്ടാണ്? അവർ പറഞ്ഞത് ലെന്ത് ഓഫ് ദി റെക്ടാങ്കിൾ ഈസ് 1 മോർ ദാൻ ട്വൈസ് ഈസ് ബ്രെഡ്ത്ത്. അപ്പം 2x + 1. ഇനി നമുക്ക് ഏരിയയുടെ ഇക്വേഷൻ അറിയാം, ഫോർമുല നമുക്കറിയാം. ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്താണ് ഏരിയ. നമുക്കവർ തന്നിട്ടുണ്ട് ഏരിയ 528 മീറ്റർ സ്ക്വയർ ആണ്. അപ്പം നമുക്ക് L ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 528, അതായത് 2x + 1 ഇൻറ്റു ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 528. ദാറ്റ് ഈസ് 2x² + x ഈസ് ഈക്വൽ ടു 528 എന്ന് കിട്ടും. അതായത് 2x² + x - 528 ഈക്വൽ ടു 0. ഇപ്പോൾ അതേ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിൽ കിട്ടി. അതായത് 2x + 1 ബ്രെഡ്ത്ത് x ആണ്, ഏരിയ 528 ആണ്. അപ്പം നമുക്ക് 2x² + x - 528 ഈക്വൽ ടു 0. അപ്പം നമ്മൾ താഴെ എഴുതണം ദിസ് ഈസ് ഓഫ് ദ ഫോം ax² + bx + c ഈക്വൽ ടു 0 വേർ ബി എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. അത് നമ്മൾ പ്രത്യേകിച്ച് എഴുതുന്നില്ല. എക്സിന് ഒന്നും ഇവിടെ ഇല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ 1 ഉണ്ടെന്നാണ്. എ 2 ആണ്, ബി 1 ആണ്, സി -528 ആണ്. ആ മൈനസ് വിട്ടുപോകരുത്. ഇനിയിപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പം ഇവിടെ നമുക്ക് -528 എന്ന് കിട്ടുമ്പം സി ഈക്വൽ ടു 528 അങ്ങനെ നമ്മൾ അറിയാതെ എഴുതിപ്പോകും. അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാൻ പാടില്ല. ഇവിടെ മൈനസ് ഉണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് നോക്കണം. ഇവിടെ എ 2 ആണ്, ബി 1 ആണ്, സി -528 ആണ്. ഇവരെല്ലാവരും റിയൽ നമ്പേഴ്സ് ആണ്. അതുപോലെ എ എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. അപ്പോൾ എ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ എല്ലാ കണ്ടീഷൻസും ഓക്കെ ആയി. അപ്പോൾ ഇതാണ് ഫോം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോം. അപ്പോൾ നമ്മൾ പറയുക ദിസ് ഈസ് ഓഫ് ദ ഫോം a² + bx + c ഈക്വൽ ടു 0 വേർ a, b, c ആർ റിയൽ നമ്പേഴ്സ് ആൻഡ് a നോട്ട് ഈക്വൽ ടു 0. ഇനി നമുക്ക് ഇതിലും സിമ്പിളായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സി പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഈസ് 306. വി നീഡ് ടു ഫൈൻഡ് ദ ഇൻറ്റീജേഴ്സ്. നമുക്കറിയാം 2 പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ 3, 4. കോൺസിക്യൂട്ടീവ് ആണെങ്കിൽ അടുത്തടുത്തായിരിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് പറയുമ്പം x + 1. കാരണം പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്, അവർ കോൺസിക്യൂട്ടീവ് ആണ്. അപ്പം നമ്മൾ പറയുക ലെറ്റ് ദ ഇൻറ്റീജേഴ്സ് ബി x ആൻഡ് x + 1. ആദ്യമേ നമ്മൾ അങ്ങനെ എഴുതുക. അതിനുശേഷം അവർ പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ദ 2 കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് 306 ആണ്. അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റ് അതായത് x ഇൻറ്റു x + 1 എന്ന് പറയുന്നത് 306 ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് x ഇൻറ്റു x + 1 ഈസ് ഈക്വൽ ടു 306. അതായത് പ്രൊഡക്റ്റ് ഓഫ് ദ 2 കോൺസിക്യൂട്ടീവ് ഇൻറ്റീജേഴ്സ് ഈസ് 306 എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പം x² + x ഈക്വൽ ടു 306 അല്ലെങ്കിൽ x² + x - 306 ഈക്വൽ ടു 0 നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലേക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് x² + x - 306 ഈക്വൽ ടു 0. എന്നിട്ട് നമ്മൾ പറയണം ദിസ് ഈസ് ഓഫ് ദ ഫോം ax² + bx + c ഈക്വൽ ടു 0 വേർ a, b, c ആർ റിയൽ നമ്പേഴ്സ് ആൻഡ് a നോട്ട് ഈക്വൽ ടു 0. Therefore, this expression is a quadratic equation. സിമ്പിൾ. ഇനി ഇതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനോട് നോക്കാം. സി രോഹൻസ് മദർ ഈസ് 26 years older than him. അപ്പോൾ നമ്മൾ ആദ്യമേ സാർ ഒരു കാര്യം പറയാം.
നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമ്മളിത് ഫുള്ളായിട്ട് എഴുതിയിട്ട് നമ്മൾ ഐഡിയ എടുക്കാൻ നോക്കരുത്. നമ്മൾ ഓരോ ലൈനും നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഐഡിയ എന്താണ് നമുക്കിവിടെ എഴുതാവുന്നത്. അവരിവിടെ പറയുവാണ് രോഹൻസ് മദർ ഈസ് 26 years older than him. ആ ഒറ്റ ലൈൻ കാണുമ്പോൾ തന്നെ നമ്മൾ പറയുക ലെറ്റ് ദ രോഹൻസ് ഏജ് ബി എക്സ് ആൻഡ് രോഹൻസ് മദേഴ്സ് ഏജ് ബി എക്സ് പ്ലസ് 26. കാരണം രോഹനേക്കാൾ 26 വയസ്സ് രോഹൻ്റെ മദറിന് കൂടുതലാണ്. അപ്പോൾ അന്നേരം തന്നെ നമ്മൾ എഴുതി കഴിഞ്ഞു ലെറ്റ് ദ രോഹൻസ് ഏജ് ബി എക്സ് ആൻഡ് മദേഴ്സ് ഏജ് ബി എക്സ് പ്ലസ് 26. ഇനി അടുത്ത ലൈൻ നോക്കുക. ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ഏജസ് ഇൻ ഇയേഴ്സ് 3 years ഫ്രം നൗ വിൽ ബി 360. ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ക്ലിയർ ആണ്. അതായത് 3 years ഫ്രം നൗ, അവിടെയാണ് നമ്മൾ ആദ്യം ഒരു പോയിന്റ് എടുക്കേണ്ടത്. അതായത് ഇപ്പോഴത്തെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് എക്സും എസ് പ്ലസ് 26 ആണ്. 3 വർഷത്തോടെ കഴിയുമ്പം രോഹൻ്റെ ഏജ് എക്സ് പ്ലസ് 3 ആകും. ഇവിടെയും നമ്മളൊരു 3 ആഡ് ചെയ്തിട്ട് മദറിൻ്റെ ഏജ് എസ് പ്ലസ് 26 പ്ലസ് 3 എസ് പ്ലസ് 29 ആവും. അപ്പം നമുക്കറിയാം ഇന്നൊരാളുടെ ഏജ് 15 ആണെങ്കിൽ 3 വർഷം കഴിയുമ്പം 15 + 3 18 ആവും. അപ്പം അവർ പറഞ്ഞിരിക്കുന്നത് ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ഏജസ് 3 years ഫ്രം നൗ. അപ്പം ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് പ്രസന്റ് ഏജിൽ നിന്നും 3 വർഷം കൂട്ടി 3 വർഷം കഴിയുമ്പോഴുള്ള അവരുടെ ഏജ് എടുത്തു. അതിനുശേഷമാണ് റിലേഷൻ നോക്കേണ്ടത്. പ്രൊഡക്റ്റ് ഓഫ് ദെയർ ഏജസ് 3 years ഫ്രം നൗ ഈസ് 360. അതായത് 3 വർഷം കഴിയുമ്പോഴുള്ള അവരുടെ ഏജ് എക്സ് പ്ലസ് 3യും എക്സ് പ്ലസ് 29 ആണ്. അന്നേരം അവരുടെ പ്രൊഡക്റ്റ് എസ് പ്ലസ് 3 × എസ് പ്ലസ് 29 360 ആണെന്ന് നമുക്ക് അവർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി ഇത് സോൾവ് ചെയ്ത് വേണം നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് നോക്കാം. എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു 29 29x 3 × x 3x 3 × 29 87 = 360 വരും. അപ്പം നമുക്ക് 29 + 3x എന്ന് പറയുമ്പോഴത്തേക്കും 32x വരും. എക്സ് സ്ക്വയർ പ്ലസ് 32x ഇതിനെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പം 87 - 360 വരും. അപ്പം നമുക്ക് 273. ഇതൊക്കെ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് സാറിൻ്റെ ചില സ്പീഡ് കാൽക്കുലേഷൻ ട്രിക്സൊക്കെ സാർ മുന്നോട്ട് എടുക്കുന്നുണ്ട്. അപ്പം മക്കൾ ഇപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ എല്ലാ വീഡിയോസും മക്കൾക്ക് അപ്പം തന്നെ ലൈവായിട്ട് കിട്ടും. സാർ ഇവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ മക്കൾക്ക് അത് കിട്ടും. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് സാർ പറഞ്ഞു തരാം. നമ്മൾ 360 നിന്നും 90 മൈനസ് ചെയ്യുക. കാരണം 87 മൈനസ് ചെയ്യാനായിട്ട് അല്പം സമയമെടുക്കും. അപ്പോൾ 90 മൈനസ് ചെയ്യുമ്പം നമുക്കറിയാം 270 കിട്ടും അല്ലേ. 360 നിന്നും 90 മൈനസ് ചെയ്താൽ 270. സാർ എന്തുകൊണ്ടാണ് 90 മൈനസ് ചെയ്തത്? 87ൻ്റെ അടുത്ത് വരുന്ന ഒരു റൗണ്ട് ഫിഗറാണ് 90. പക്ഷേ സാറിനറിയാം 360 നിന്നും സാർ 90 മൈനസ് ചെയ്തപ്പോഴാണ് 270 കിട്ടിയത്. പക്ഷേ എന്നാൽ ഇവിടെ 87 ഉള്ളൂ. അതായത് 90 നിന്നും 3 കുറച്ച് മൈനസ് ചെയ്താൽ മതി. അങ്ങനെ വരുമ്പം സാറിന് എന്ത് കിട്ടി? ഈ 90 മൈനസ് ചെയ്യേണ്ട 87 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ സാറിനറിയാം ഒരു 3 കൂടി സാർ എക്സ്ട്രാ മൈനസ് ചെയ്തിട്ടുണ്ട്. അതങ്ങോട്ട് കൂട്ടിയാൽ 273. ഇത് സാറിന് കണ്ടുപിടിക്കാൻ ഒരു 2-3 സെക്കൻഡ് പോലും വേണ്ട. കാരണം അത് പ്രാക്ടീസ് ആയതുകൊണ്ട്. അതുപോലെ മക്കളെ സ്പീഡ് കാൽക്കുലേഷൻ ട്രിക്സിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സാറിൻ്റെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. ആ മക്കൾ തീർച്ചയായിട്ടും ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്താൽ മുന്നോട്ട് എല്ലാ വീഡിയോസും മക്കൾക്ക് അവൈലബിൾ ആവും. അപ്പം നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ ഫോർമുല കിട്ടുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 32x മൈനസ് 273 = 0. ദിസ് ഈസ് ഓഫ് ദ ഫോം ax² പ്ലസ് bx പ്ലസ് c = 0 where a, b, c are real numbers and a not equal to 0. അങ്ങനെ നമ്മൾ പറയണം. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനോട് നോക്കാം. വളരെ സിമ്പിളാണ്. നമുക്ക് സാധാരണ സ്പീഡ് ഡിസ്റ്റൻസ് ടൈം അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം, അല്ലെങ്കിൽ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഫിസിക്സിലും ഒക്കെ പഠിച്ചതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എ ട്രെയിൻ ട്രാവൽസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 480 കിലോമീറ്റർ അറ്റ് എ യൂണിഫോം സ്പീഡ്. ഇഫ് ദ സ്പീഡ് ഓഫ്
had been 8 km/h less, it would have been taken 3 hours more to cover the same distance. We need to find the speed of the train. നമുക്കിവിടെ സ്പീഡ് കണ്ടുപിടിക്കുകയല്ല ചെയ്യേണ്ടത്, സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് സ്പീഡിനെ കുറിച്ചാണ്. നിലവിൽ എക്സ് km/h ആണെന്ന് നമ്മൾ സങ്കല്പിക്കുക. അപ്പോൾ ആദ്യമേ പറയണം ലെറ്റ് ദ സ്പീഡ് ഓഫ് ദി ട്രെയിൻ ബി എക്സ് km/h. നമുക്കറിയാം ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ആദ്യത്തെ ഡിസ്റ്റൻസ് അവരുടെ ഡിസ്റ്റൻസ് എത്രയാണ്? എ ട്രെയിൻ ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 480 km. അപ്പം നമുക്ക് 480 km ആണ്. അപ്പം ടൈം 1 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. സ്പീഡ് എക്സ് ആയതുകൊണ്ട് 480/x. ഇനി രണ്ടാമതൊരു സിറ്റുവേഷൻ അവർ പറഞ്ഞിരിക്കുവാണ്. If the speed had been 8 km/h less, അതായത് സ്പീഡ് എക്സ് ആയിരുന്നത് 8 km/h കുറഞ്ഞിരുന്നുവെങ്കിൽ, അതായത് സ്പീഡ് x-8 km/h ആയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? Then it would have taken 3 hours more to cover the same distance. അപ്പം നമുക്ക് രണ്ടാമത്തെ ടൈം നോക്കാം. രണ്ടാമത്തെ സ്പീഡ് 8 km/h സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം സ്പീഡ് കുറയുമ്പോൾ ടൈം കൂടും. അപ്പോൾ രണ്ടാമത്തെ ടൈം എത്രയാണ്? ഡിസ്റ്റൻസ് ബൈ പുതിയ സ്പീഡ്, അതായത് ഡിസ്റ്റൻസിന് മാറ്റമൊന്നുമില്ല, 480 ന്യൂ സ്പീഡ്. ന്യൂ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ന്യൂ സ്പീഡ്. അപ്പോൾ 480/x-8. ഇനി അവർ പറഞ്ഞ റിലേഷൻ എന്താണ്? 8 km/h സ്പീഡ് കുറഞ്ഞിരുന്നുവെങ്കിൽ 3 മണിക്കൂർ കൂടുതലെടുക്കും. അപ്പം T2 T1 3 മണിക്കൂർ കൂടുതലാണ്. അപ്പം നമുക്ക് പറയാം T2 - T1 = 3 hour എന്ന് നമുക്ക് കിട്ടും. ഇനി ഈ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T2 - T1 = 3 hour. T2ൻ്റെ വാല്യൂ 480/x-8, T1 480/x. നമ്മളത് എഴുതി കഴിഞ്ഞപ്പോൾ 3 hour ഡിസ്റ്റൻസ്. ഈ സിറ്റുവേഷനെ നമ്മളെങ്ങനെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നതെന്ന് സാറ് പഠിപ്പിച്ചു തരാം. മക്കളിത് കോംപ്ലിക്കേഷൻ ആക്കിക്കൊണ്ട് ഈ 480 മൾട്ടിപ്ലൈ ചെയ്ത് ഒത്തിരി വലിയ നമ്പേഴ്സ് ആക്കി മാറ്റുന്നത് സാറിൻ്റെ ഒരുപാട് കുട്ടികൾ അങ്ങനെ ചെയ്യുന്നത് സാറ് കണ്ടിട്ടുള്ളതാണ്. ഇവിടെ കോമൺ ആയിട്ട് 480 ഉണ്ട്. രണ്ടിലും കോമൺ 480 ഉള്ളതുകൊണ്ട് ഈ 480 നമ്മൾ വെളിയിലേക്ക് എടുത്തു. അതിനുശേഷം ബ്രാക്കറ്റിനകത്ത് 480 വെളിയിലേക്ക് പോയാൽ പിന്നെ 1/x-8 ഉള്ളൂ, -1/x. അപ്പോൾ സിമ്പിളായി. ഈസ് 3. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാം. വളരെ അത്യാവശ്യമായിട്ട് മക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും നമ്പറുകളെ ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കണം. ഇവിടെ നമുക്ക് 3 × 1 ആണ്. ഇവിടെ 480 എന്ന് പറയുമ്പോൾ 16 × 3 ആണ്, അല്ലെ 160 × 3 ആണ്. ഈ 3 കൂടി കട്ട് ചെയ്യാം. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഈക്വൽ ടു സൈൻ. സാധാരണ നമ്മൾ ഈക്വൽ ടു സൈൻ എഴുതുമ്പോൾ നമുക്ക് 4 ടൈപ്പ് കട്ടിങ് ആണുള്ളത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പം 3 × 2 3x / 4 = 6/2. ഇങ്ങനെയെങ്കിൽ നമുക്ക് 4 ടൈപ്പ് കട്ടിങ് ഉണ്ട്. ആദ്യമേ നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററുമായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതും തമ്മിൽ ഒന്നാമത്തെ കട്ടിങ്. 2, ഇവിടെയും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററുമായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇത് രണ്ടും തമ്മിൽ കട്ട് ചെയ്യാം, 3. ഇനി അടുത്തത് ഈ ന്യൂമറേറ്ററുമായിട്ട് കട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് മൂന്നാമത്തെ കട്ടിങ്. ഇനി ഇവിടെ ഡിനോമിനേറ്ററുമായിട്ട് കട്ട് ചെയ്യാം. ഇവിടെ 4ഉം 1ഉം ആയതുകൊണ്ട് കട്ടിങ് ഇല്ല. അപ്പം 4 ടൈപ്പ് ക്യാൻസലേഷൻ കഴിഞ്ഞിട്ടേ അത് സോൾവ് ചെയ്യാവുള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിരിക്കും. അതായത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ, രണ്ടാമത്തെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ, പിന്നെ മൂന്നാമത് ഇവിടെ ന്യൂമറേറ്ററും ഇവിടുത്തെ ന്യൂമറേറ്ററും, പിന്നെ ഇവിടുത്തെ ഡിനോമിനേറ്ററും ഇവിടുത്തെ ഡിനോമിനേറ്ററും. ഈ 4 എണ്ണവും കട്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ബാക്കിയുള്ള മുന്നോട്ട് പോകാവുള്ളൂ. കാരണം അത് വളരെ ഈസിയാണ്. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തില്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്പറൊക്കെ ഒത്തിരി വലുതായി പോകും. അപ്പം നല്ല മാർക്കൊക്കെ വാങ്ങിക്കുന്ന കുട്ടികൾ ഈ രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. സാറിൻ്റെ ഒരുപാട് ട്രിക്കുകളും ടെക്നിക്കുകളും ഒക്കെ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം മക്കൾ ഇപ്പോഴേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ ഇങ്ങനെയുള്ള ഒരുപാട് ടെക്നിക്കുകൾ സാർ പറഞ്ഞു തരാം.
അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ 3 × 1 ആണ്. അപ്പം നമുക്ക് നേരെ ചെയ്യാം. ഈ 480യും 3യും കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 1ഉം കിട്ടും, ഇവിടെ 160യും കിട്ടും അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞുതരാം. അടുത്ത സ്റ്റെപ്പിൽ നമ്മളിത് ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം നമുക്ക് x × x - 8 എന്ന് കിട്ടി. അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം x² - 8x എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 160 × 8, അതാണ് ലെഫ്റ്റിൽ കിടക്കുന്നത്, 160 × 8. ഇനി അടുത്തത് x² - 8x = ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1240 എന്ന് കിട്ടി, 1240 എന്ന് കിട്ടി. നമ്മൾ ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പം x² - 8x - 1240 = 0. അപ്പോൾ സാറിൻ്റെ ഈ ട്രിക്കുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ കാൽക്കുലേഷൻ ട്രിക്കുകൾ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള കട്ടിങ്ങുകൾ മനസ്സിലാക്കുക, അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള നമ്പർ വെളിയിലേക്ക് എടുക്കുന്നത് മനസ്സിലാക്കുക, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്ത് കൊണ്ടുവരാനുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ക്വസ്റ്റ്യനിൽ കാണും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുകയും നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്താൽ മാത്രമേ നമുക്ക് കൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയുള്ള എല്ലാ ട്രിക്കുകളും പഠിച്ചിട്ട് വേണം മക്കൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ദിസ് ഈസ് ഓഫ് ദ ഫോം a² + bx + c = 0 വേർ ABC ആർ റിയൽ നമ്പേഴ്സ് ആൻഡ് a ≠ 0. നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കാണാനായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സാർ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് പറയാൻ പോകുന്നത്. ഓൾറെഡി സാർ ഇത് പോളിനോമിയൽസിൽ ഇത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. കാരണം പോളിനോമിയൽസിലും ഇതുപോലെയുള്ള കണക്കുകൾ ഉണ്ടായിരുന്നു റൂട്ട്സ് കാണാനായിട്ട്. അപ്പം മക്കളിന്ന് പോളിനോമിയൽസ് കണ്ടിട്ടില്ല എങ്കിൽ പോളിനോമിയൽസിലെ എല്ലാ വീഡിയോസും, വളരെ ചെറിയ വീഡിയോസ്, ചെറിയ സമയം കൊണ്ട് സാർ ചെയ്തിരിക്കുവാണ്. സാർ എപ്പോഴും ചെയ്യുന്നത് മക്കളെ ആ റൂട്ട് പഠിപ്പിച്ചെടുക്കുക, കോൺസെപ്റ്റുകൾ പെട്ടെന്ന് പഠിപ്പിക്കുക, ഏറ്റവും ഈസി ആയിട്ട് പഠിപ്പിക്കുക, അധികം ബോറടിക്കാതെ. അപ്പോൾ സാർ ആ മെത്തേഡ് ഒന്നുകൂടി പറഞ്ഞു തരാം. ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദി ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ബൈ ഫാക്ടറൈസേഷൻ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഫാക്ടറൈസ് ചെയ്തുകൊണ്ട് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ x² - 3x - 10 = 0 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ x² - 3x - 10 = 0, ഇതാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമുക്കിതെങ്ങനെ ഫാക്ടറൈസേഷൻ വഴി കണ്ടുപിടിക്കാം? ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് സം ഈസ് ഈക്വൽ ടു ബി, പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു a × c. ഇത് മക്കളെല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കുക. അതായത് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്നും 2 നമ്പറുകൾ കണ്ടുപിടിക്കണം. 2 നമ്പറുകൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? ആ 2 നമ്പറുകളുടെ സമ്മ് ബി വരണം, ആ 2 നമ്പറുകളുടെ പ്രൊഡക്റ്റ് a × c വരണം. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് സാർ കൃത്യമായിട്ട് പറഞ്ഞു തരും. ആദ്യമേ നമ്മൾ ഇതിനകത്ത് നിന്ന് a കാണുക. x² കോഎഫിഷ്യൻറ്റ് 1 ആണ്, അപ്പോൾ a = 1. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് -3 ആണ്, അപ്പോൾ b = -3. ഇനി കോൺസ്റ്റന്റ് എത്രയാണ്? -10 ആണ്, അപ്പോൾ c = -10. ABC നമ്മൾ സെലക്ട് ചെയ്തു. ഇത് നമുക്ക് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ ഇങ്ങനെ ABC സെലക്ട് ചെയ്ത് എഴുതാനൊന്നും പോകണ്ട. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് മനസ്സിലാക്കിക്കോളും, നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമ്മ് -3 കിട്ടണം, സമ്മ് ബി കിട്ടണം. സം ഈസ് ഈക്വൽ ടു ബി. അപ്പം നമുക്കിവിടെ ബി എന്ന് പറയുന്നത് -3 ആണ്, സം -3 കിട്ടണം. പ്രൊഡക്റ്റ് a × c, അതായത് a 1 ആണ്, c -10 ആണ്. അപ്പം a × c എന്ന് പറയുമ്പം 1 × -10 ഇനി നമുക്ക് ഈ -10നെ ഫാക്ടേഴ്സ് ആക്കിക്കൊണ്ട് 2 നമ്പറുകൾ സെലക്ട് ചെയ്യണം. നമുക്കറിയാം 10ൻ്റെ ഫാക്ടർ 5 × 2 ആണ്. 10ൻ്റെ ഫാക്ടർ 5 × 2 ആണ്. നമുക്ക് സമ്മ് -3 കിട്ടണം. സമ്മ് -3 കിട്ടണമെങ്കിൽ നമുക്ക് ഈ 5ലോ 2ലോ മൈനസ് കൊടുക്കേണ്ടത്. എന്തായാലും നമുക്ക് പ്രൊഡക്റ്റ് -10 വരണം.
പ്രൊഡക്റ്റ് -10 വന്നെങ്കിൽ ഈ 5 × 2 ഒന്നുകിൽ 5-ന് മൈനസ് കൊടുക്കണം, അല്ലെങ്കിൽ 2-ന് മൈനസ് കൊടുക്കണം. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ഏതിനാണ് മൈനസ് കൊടുക്കേണ്ടത്. അവിടെ വീണ്ടും ഒരു ഹിന്റ് നമുക്കുണ്ട്. സമ്മ് -3 കിട്ടണമെങ്കിൽ 5-ന് നമ്മൾ മൈനസ് കൊടുക്കണം. അപ്പം നമുക്ക് -5 × 2 എന്ന് പറയുമ്പം രണ്ട് കണ്ടീഷനും ശരിയാവും. അപ്പം നമുക്ക് -5 × 2 എന്ന് എഴുതുമ്പം പ്രൊഡക്റ്റ് -10 വരും, -5 + 2 എന്ന് പറയുന്നത് -3 വരും. അപ്പം രണ്ട് കണ്ടീഷനും ഓക്കെ ആയി. സം -bയും വന്നു, പ്രൊഡക്റ്റ് A × C, സമ്മ് ബിയും വന്നു, പ്രൊഡക്റ്റ് A × C വന്നു. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും ഓക്കെ ആയിക്കൊണ്ട് നമ്മൾ രണ്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്തു. ഇതാണ് നമുക്ക് രണ്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്തുകൊണ്ട് റൂട്ട്സ് കാണുന്നത്. ഇനി നമുക്ക് ഇവിടെ അവർ ചോദിച്ചേക്കുന്നത് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ കാണാനാണ് പറഞ്ഞത്. അത് സാറ് പറഞ്ഞു തരാം. അതിനു മുമ്പായിട്ട് ഏറ്റവും ഷോർട്ട് വഴി കാണിച്ചു തന്നിട്ട് നമുക്ക് റൂട്ട്സ് ആദ്യം അങ്ങ് കാണാം. അതിനുള്ള ഷോർട്ട് വഴി സാറ് പറഞ്ഞു തന്നിട്ട് പിന്നെ നമുക്ക് ആ ഫാക്ടറൈസേഷനിലൂടെ എങ്ങനെയാണ് കാണുന്നതെന്നും കൂടി സാറ് പറഞ്ഞു തരാം. നമ്മൾ ഈ 5 -5-ഉം 2-ഉം എങ്ങനെ കിട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പ്രൊഡക്റ്റ് -10 വരണം, സമ്മ് -3 വരണം. ഇനി നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് കാണാൻ രണ്ട് സ്റ്റെപ്പുണ്ട്. നമുക്കൊന്നും ചെയ്യാനില്ല, നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക. -5-നെ 5 ആക്കി, 2-നെ -2 ആക്കി. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, നമുക്ക് ഈ കിട്ടിയ നമ്പറുകളെ A കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമുക്ക് A ഇവിടെ 1 ആയതുകൊണ്ട് 5/1 എന്ന് പറയുന്നത് 5 തന്നെയാണ്, -2/1 എന്ന് പറയുന്നത് -2 തന്നെയാണ്. അപ്പം ഇതാണ് ആൻസർ. ഇനി ഇവിടെ നമുക്ക് മനസ്സിലായത് എക്ക് 1 ആണെങ്കിൽ പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അങ്ങ് എടുത്താൽ മതി. എക്ക് 1 ആണെങ്കിൽ പിന്നെ നമുക്ക് നേരെ ഈ കിട്ടിയ നമ്പറുകളുടെ ഓപ്പോസിറ്റ് സൈൻ എടുത്താൽ അതായിരിക്കും റൂട്ട്സ്. എക്ക് 1 അല്ലാത്ത വേറെ ഏതെങ്കിലും നമ്പർ ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുത്തിട്ട് നമ്മൾ A കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം, ആ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് റൂട്ട്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ A 1 ആയതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്ത രണ്ട് നമ്പേഴ്സിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും റൂട്ട്സ് ആയിട്ട് വരുന്നത്. ഇപ്പം നമുക്ക് റൂട്ട്സ് കിട്ടി. ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് വേ. ഇനി അവർ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ കാണാൻ പറഞ്ഞു. ആ ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ കാണണമെങ്കിലും നമ്മളിതേ ഈ രണ്ടും നമ്പേഴ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നുള്ള സ്റ്റെപ്സ് സാറ് കാണിച്ചു തരാം. ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ നമ്മൾ കാണുവാണെങ്കിൽ ഇതാണ് ഏറ്റവും ചെറിയ സ്റ്റെപ്പ്. ഇതാണ് നമുക്ക് റൂട്ട്സ് കാണണം. എപ്പോഴും എക്സാമിനേഷൻ റൂട്ട്സ് കാണാൻ ചോദിച്ചാൽ നമ്മുടെ ഏറ്റവും ചെറിയ സ്റ്റെപ്പ് ഇതാണ്. ഇനി ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ തന്നെ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ -5 2 നമ്മൾ സെലക്ട് ചെയ്ത നമ്പേഴ്സ് അതെങ്ങനെയാണ് സെലക്ട് ചെയ്തതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. സമ്മ് ബിയും പ്രൊഡക്റ്റ് AC-യും, അങ്ങനെ പ്രൊഡക്റ്റ് AC-യും സം ബിയും ആയിട്ട് വരുന്ന രണ്ട് നമ്പേഴ്സാണ് -5-ഉം 2-ഉം. നമുക്ക് ഉത്തരം കാണാനാണെങ്കിൽ എന്ത് ചെയ്യാം? നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുത്തിട്ട് A കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഉത്തരം കിട്ടി, എക്സിൻ്റെ വാല്യൂസ് കിട്ടി, അല്ലെങ്കിൽ റൂട്ട്സ് കിട്ടി. ഇനി ഫാക്ടറൈസേഷൻ മെത്തേഡിനാണെങ്കിൽ ഈ നമ്പർ കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² -3x -10 = 0, ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമ്മളിത് ഇത്രയും ചെയ്താൽ മതി. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം -3. കാരണം നമ്മൾ ഓൾറെഡി കണ്ടു -3 എന്ന് പറഞ്ഞാൽ -5 + 2 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തത്. ഈ സമ്മ് -3 വരാൻ വേണ്ടിയിട്ടാണ് ഈ 5-ന് നമ്മൾ മൈനസ് ഇട്ടത്. അപ്പം നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്യുമ്പം x² -5x + 2x -10. ഇവിടെ നമ്മൾ എന്താ ചെയ്തേക്കണേ? ഈ -3യെ -5 2 ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. കാരണം ഈ -5-ഉം 2-ഉം കൂടെ ചേർന്നാൽ -3 വരും. അപ്പം ഇവിടെ കിട്ടിയ ഈ രണ്ട് നമ്പറുകളോട് എക്സും കൂടി അങ്ങ് ചേർത്തുന്നേ ഉള്ളൂ. സമ്മ ചെയ്യുമ്പോൾ -5x + 2x വരുമ്പോൾ -3x വന്നോളൂ.
ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് ഇതൊന്നായിട്ട് ചെയ്യുക, ഇത് അടുത്ത പെയറായിട്ട് എടുക്കുക, ഓരോ പെയർ എടുക്കുക. ഇത് ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ റൂട്ട് കാണാൻ പറഞ്ഞാൽ സാർ ഈ പറയുന്ന പോലെ ചെയ്യണം. പക്ഷെ ഉത്തരം നമുക്ക് നേരത്തെ കിട്ടിയത് തന്നെ വരുള്ളൂ. ഇങ്ങനെ പെയർ എടുക്കണം, 2 പെയേഴ്സ്, ഇതും ഇതും പെയർ കിട്ടി. അപ്പം 2 പെയർ എടുക്കണമെങ്കിൽ ഇവിടെ 3 ടേംസേ ഉള്ളൂ. 2 പെയർ വേണമെങ്കിൽ അത് 4 ടേം ആകണം. അപ്പം അതിന് നമ്മൾ ഈ സെൻട്രൽ ടേമിനെ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്തു. ആ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സെലക്ട് ചെയ്ത നമ്പറുകൾ എടുത്തിട്ട് എക്സും കൂടി ചേർത്തു. ഇത്രയേ ഉള്ളൂ ഫാക്ടറൈസേഷൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പെയറിൽ കോമൺ ആയിട്ട് എന്തുണ്ട്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 5 ആ കോമൺ ആയിട്ടുള്ള എക്സ് വെളിയിലേക്ക് എടുത്തു. അതായത് ഈ ആദ്യത്തെ പെയറിൽ കോമൺ ആയിട്ടുള്ള എക്സ് വെളിയിലേക്ക് എടുത്തു. ഇനി രണ്ടാമത്തെ പെയറിൽ ഇതിൽ കോമൺ ആയിട്ട് 2 ഉണ്ട്. 2 ഇൻറ്റു എക്സ് മൈനസ് 5 എന്ന് കിട്ടി, ഈക്വൽ ടു 0. ഇനി 2 പെയർ ഉണ്ടായിരുന്നു, നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ 2 എണ്ണം ഫോം ചെയ്തു. ഇപ്പം നമുക്ക് 2 ടേമേ ഇവിടെ ഉള്ളൂ. ഇതൊരു ടേമാണ്, ഇത് വേറൊരു ടേം. മറ്റേ ഇവിടെ നമുക്ക് 4 ടേമിലേക്ക് 1, 2, 3, 4 ടേമിൽ കൊണ്ടുവന്ന് 2 പെയർ ഉണ്ടാക്കി. ഇവിടെ ഇപ്പോൾ 2 ടേമേ ഉള്ളൂ. ഇനി നമുക്ക് അതിൽ നിന്നും കോമൺ ആയിട്ടുള്ളത് എടുക്കാം. അതിൽ നിന്നും കോമൺ ആയിട്ടുള്ളത് എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 2. അതിനകത്ത് എക്സ് മൈനസ് 5 കോമൺ ആയതുകൊണ്ട് അത് വെളിയിലേക്ക് എടുത്തു. ഇത് നമ്മൾ മാത്തമാറ്റിക്സിൽ നമുക്കറിയാം, എ ഇൻറ്റു ബി ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ എ ഈസ് ഈക്വൽ ടു 0, ബി ഈസ് ഈക്വൽ ടു 0 എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് അതുപോലെ തന്നെ എക്സ് മൈനസ് 5 ഈസ് ഈക്വൽ ടു 0, എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. അപ്പം നമുക്ക് എക്സ് ഈക്വൽ ടു 5 ഒരു റൂട്ട് കിട്ടി, എക്സ് ഈക്വൽ ടു -2 വേറൊരു റൂട്ട് കിട്ടി. അപ്പം നമുക്ക് ആൻസറിലേക്ക് വന്നു. പക്ഷേ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റെപ്പുകളെല്ലാം കൂടുതൽ ചെയ്യേണ്ടി വരും. അതേസമയം ആൻസർ കിട്ടാനാണെങ്കിൽ നമ്മളോട് റൂട്ട്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇതൊന്നും ചെയ്യാതെ നമുക്ക് എക്സ് ഈക്വൽ ടു 5ഉം എക്സ് ഈക്വൽ ടു -2ഉം കിട്ടിയായിരുന്നു. ഏതാ? ഇവിടെ നമുക്ക് -5ഉം 2ഉം കിട്ടിയപ്പം സാറ് 2 സ്റ്റെപ്പുകളും കൂടിയേ ഉള്ളെന്ന് പറഞ്ഞു. -5ൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക, 2ൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക. എയിലേക്ക് നോക്കിയിട്ട് A1 ആണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യണ്ട, ഉത്തരം കിട്ടി. ഇനി A1 അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ ആണെങ്കിൽ ഇതിനെ A കൊണ്ട് ഡിവൈഡും കൂടി ചെയ്തേക്കുക, അപ്പോൾ ഉത്തരം കിട്ടും. അപ്പം സാറിന് നമ്മൾ ഈ മെത്തേഡ് വഴി ഷോർട്ടായിട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന ആൻസർ ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴിയാണെങ്കിൽ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് പെയർ ചെയ്ത് നമുക്ക് ഇതേ ഉത്തരം തന്നെ കിട്ടും. അപ്പോൾ പരീക്ഷയ്ക്ക് അവർ ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ കാണാൻ പറഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യും. അതല്ല റൂട്ട്സ് ആണ് കാണാൻ പറഞ്ഞെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈൻ. 2 നമ്പേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യാൻ പഠിച്ചു. സമ്മ് ബിയും പ്രൊഡക്റ്റ് എ ഇൻറ്റു സിയും വരണം. അങ്ങനെയുള്ള 2 നമ്പേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തു, നേരെ ഓപ്പോസിറ്റ് സൈൻ എടുത്തു. എക്ക് 1 ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ല, ഇത് തന്നെയാണ് ഉത്തരം. പക്ഷേ എക്ക് 1 അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ ആണെങ്കിൽ ഈ നമ്പറുകളെ എ കൊണ്ട് ഡിവൈഡും കൂടി ചെയ്യുമ്പം അതിൻ്റെ ഉത്തരം കിട്ടും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി കാണുന്നതും അതല്ലാതെ ഷോർട്ടായിട്ട് കാണുന്നതും രണ്ടും നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ സാറ് എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മളിവിടെ സെയിം ടൈപ്പ് ഒരു എക്സാമ്പിളും കൂടി മക്കൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആകാൻ വേണ്ടി ഒരു എക്സാമ്പിളും കൂടി പറയാം. ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദി ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ബൈ ഫാക്ടറൈസേഷൻ. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ റൂട്ട്സ്, അതായത് 2x² + x - 6 = 0. നമ്മൾ ഇതിൻ്റെ റൂട്ട്സ് ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി കാണുന്നു. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ 2x² + x - 6 = 0. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. സാർ ആദ്യമേ ഇതിൻ്റെ റൂട്ട്സ് നമ്മളുടെ ഷോർട്ട് ഫോമിൽ കാണുന്നത് ആദ്യം പറഞ്ഞു തരാം. കാരണം നമുക്ക് എക്സാമിനേഷന് ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ കാണാൻ പറഞ്ഞാൽ മാത്രം നമ്മളിത് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് റൂട്ട്സ് കാണാനായിരിക്കും കൂടുതൽ സ്ഥലത്തും ക്വസ്റ്റ്യൻസ് വരുന്നതും. അതുപോലെ തന്നെ ചില വേർഡ് പ്രോബ്ലംസ് നമുക്ക് തന്നിട്ട്
അതിൻ്റെ റൂട്ട്സ് എടുത്തിട്ട് വേണം അതിൻ്റെ ആൻസർ കണ്ടെത്താൻ. അപ്പം ചിലപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് വേറൊരു വലിയ പ്രോബ്ലത്തിൻ്റെ ഒരു പാർട്ട് മാത്രമായിരിക്കും. അപ്പം നമുക്ക് അവിടെ പെട്ടെന്ന് റൂട്ട്സ് കാണാനാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് പെട്ടെന്ന് റൂട്ട്സ് കാണാൻ സാർ പറഞ്ഞു തന്ന ആ വഴി കഴിഞ്ഞ പ്രോബ്ലത്തിൽ സാർ ചെയ്തതാണ്, കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. അതൊന്ന് പ്രാക്ടീസ് ആകാൻ വേണ്ടി ആദ്യം പെട്ടെന്ന് റൂട്ട്സ് കാണാനുള്ള വഴി പറഞ്ഞുതരാം. അതിനുശേഷം ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെയും നമുക്ക് ആ റൂട്ട്സ് കാണാം. സി, നമ്മൾ ആദ്യമേ എ ബി സി സെലക്ട് ചെയ്തു. എ ഈസിക്കൽ ടു 2, ബി ഈസിക്കൽ ടു ഇവിടെ ഒന്നുമില്ലെങ്കിൽ 1 ആണ്. സി എന്ന് പറയുന്നത് -6 ആണ്. നമ്മൾ ഒരിക്കലും മൈനസ് എടുക്കാൻ വിട്ടുപോകരുത്. പല കുട്ടികൾക്കും സി ചാടിക്കയറി അവർ 6 എന്ന് എടുക്കും. അപ്പോൾ ആ മൈനസ് എവിടെ ഉണ്ടെങ്കിലും ആ മൈനസും കൂടി എടുക്കുക. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സമ്മ് ബി വരണം, പ്രൊഡക്റ്റ് എ സി വരണം അല്ലേ? അപ്പം ബി എന്ന് പറയുന്നത് ഏതാണ്? 1 ആണ്. അപ്പം സമ്മ് 1 വരണം, പ്രൊഡക്റ്റ് എ സി ആണ്. എ എന്ന് പറഞ്ഞാൽ 2 ആണ്, സി -6 ആണ്. അപ്പം നമുക്ക് 2 × -6 -12 വരണം, പ്രൊഡക്റ്റ് -12 വരണം, സമ്മ് 1 വരുന്ന ആ രീതിയിലുള്ള രണ്ട് നമ്പറുകൾ എടുക്കുകയും അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുകയും എ 1 അല്ലാത്ത വേറെ ഏതെങ്കിലും നമ്പർ ആണെങ്കിൽ അതിനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്താൽ ആൻസർ കിട്ടും. അതാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. സി, നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഈ 12ലേക്ക് നോക്കരുത്, നമ്മൾ എടുത്ത നമ്പറുകൾ നോക്കുക. ചെറിയ ചെറിയ നമ്പറുകൾ, ഇതിപ്പോൾ ചെറിയ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട്. പക്ഷേ വലിയ നമ്പേഴ്സൊക്കെ വരുമ്പം ഈ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ പോകരുത്. ഈ ചെറിയ നമ്പറുകൾ നോക്കിയിട്ട് ആ നമ്പറുകളെ ഫാക്ടേഴ്സ് ആക്കുക. 6നെ നമുക്ക് 3 × 2 എന്ന് എഴുതാം. കാരണം നമുക്ക് സം 1 കിട്ടാവുന്ന രീതിയിലുള്ള രണ്ട് നമ്പറുകളാക്കി മാറ്റണം അതിനെ. ഇത് കാണുമ്പോഴേ നമുക്കൊരു ഐഡിയ ഉണ്ട്. 2 × 2 4 വന്നു, പിന്നെ ഈ 3 ഇങ്ങോട്ട് എഴുതി. അപ്പം 4 × 3 വരുമ്പം പ്രൊഡക്റ്റ് 12 വന്നു. പക്ഷേ 4ഉം 3യും തമ്മിലുള്ള ഗ്യാപ്പ് 1 ആണ്. പക്ഷെ എവിടെയാണ് നമുക്ക് മൈനസ് കൊടുക്കേണ്ടത്? കാരണം പ്രൊഡക്റ്റ് മൈനസ് വരണം. അപ്പം ഈ 4 അല്ലെങ്കിൽ 3യിൽ ഏതിലെങ്കിലും മൈനസ് കൊടുക്കണം. നമുക്ക് 4ൽ മൈനസ് കൊടുത്താലും -4 × 3 -12 കറക്റ്റായി. 3യിൽ മൈനസ് കൊടുത്താൽ 4 × -3 -12 ഇത് കറക്റ്റായി. പ്രൊഡക്റ്റ് -12 വരും. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, നമുക്ക് സം എന്ന് പറയുന്ന പോസിറ്റീവ് 1 വരണ്ടേ. അപ്പം നമ്മൾ ഇവിടെ മൈനസ് കൊടുത്താൽ -4 + 3 വരുമ്പം അത് നെഗറ്റീവ് 1 വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ 3ക്ക് മൈനസ് കൊടുത്തു. അപ്പം നമുക്ക് 4 + -3 വരുമ്പം അത് പോസിറ്റീവ് 1 വരും. 4 × -3 വരുമ്പം -12 വരും. ഇത് നമുക്ക് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള രണ്ട് നമ്പർ കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടില്ല, നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റും. ഇത് നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി സാറ് പറഞ്ഞ ഈസി ട്രിക്ക് എന്താ? നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക. ഈ 4ൻ്റെയും -3യുടെയും ഓപ്പോസിറ്റ് സൈൻ -4ഉം 3യും ആണ്. ഇനി നമ്മൾ എ നോക്കുക. എയുടെ വാല്യൂ 1 ആണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, ഇതായിരിക്കും ആൻസർ. പക്ഷേ എയുടെ വാല്യൂ 1 അല്ല, എയുടെ വാല്യൂ വേറെന്തെങ്കിലും ആണെങ്കിൽ നമുക്കിതിനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് എയുടെ വാല്യൂ 2 ആണ്. നമ്മൾ -4നെയും 3യെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം നമുക്ക് -4/2 -2 എന്ന് കിട്ടി. 3യെ ഡിവൈഡ് ചെയ്തപ്പോൾ 3/2 എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് ഈ കാണുന്ന -2ഉം 3/2 ആണ്. പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടുന്ന മെത്തേഡ് അതാണ്. പക്ഷേ ഇവരിവിടെ പറഞ്ഞേക്കുന്നത് ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ കാണാനാണ് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നേരെ ആൻസർ കിട്ടുന്ന ആ ഒരു സ്റ്റെപ്പിലേക്ക് പോകണ്ട. നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു, രണ്ട് നമ്പറുകൾ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. അതെങ്ങനെയുള്ള നമ്പറുകളാണ്? ആ നമ്പറുകളുടെ പ്രൊഡക്റ്റ് -12 വരണം, ആ നമ്പറുകളുടെ സമ്മ് 1 വരണം. അങ്ങനെയുള്ള രണ്ട് നമ്പറുകളാണ് 4ഉം -3യും. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത നമ്പേഴ്സ് 4ഉം -3യും ആണ്. ഇത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2x² + x - 6 2x² + x - 6 = 0. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പം നമുക്ക്
ചെയ്യേണ്ട എന്താണ്? നമ്മൾ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡും സാർ പറഞ്ഞു തന്നു. നമ്മളിത് ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ഉണ്ടെന്നാണ്. അപ്പോൾ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ഈ ടേമിലാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ 4നോട് എക്സ് ചേർക്കുക, -3യോട് എക്സ് ചേർക്കുക. അപ്പം നമുക്ക് 2x² പ്ലസ് 4x -3x -6 = 0. ഇവിടെ ആക്ച്വലി ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം 4x - 3x ഈ എക്സ് തന്നെ വരും. പക്ഷേ നമുക്ക് ഇത് 3 ടേം ഉണ്ട്. ഈ 3 ടേമിനെ 4 ടേം ആക്കിയെങ്കിലേ നമുക്ക് പേരെടുക്കാൻ പറ്റുള്ളൂ. ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമ്മൾ പേരെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഈ മിഡിൽ ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 നമ്പറുകൾ കണ്ടുപിടിക്കണം. ആ 2 നമ്പറുകളുടെ പ്രൊഡക്റ്റ് A × C വരണം, സമ്മ് B വരണം. അപ്പോൾ ഇവിടെ നമ്മൾ 4ഉം -3യും എടുത്തു. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഈ 1x സ്പ്ലിറ്റ് ചെയ്ത് 4x - 3x എന്ന് എഴുതി. ഇനി ചെയ്യേണ്ടത് എന്താ? ഇനി സിമ്പിളാണ്. ഇപ്പം നമുക്ക് 4 ടൈംസ് വന്നു. 1, 2, 3, 4. നമ്മൾ 2 പെയർ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു. ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ ആൻസർ കിട്ടാൻ വേണ്ടിയുള്ള സ്റ്റെപ്സാണ്. ഇനി ഇതിൽ കോമൺ ആയിട്ട് എന്താ ഉള്ളതെന്ന് നോക്കിയേ. 4x നമുക്ക് 2 × 2x എന്ന് പറയാം. ഇവിടെയും 2x × x എന്ന് പറയാം അല്ലേ? നമ്മൾ എങ്ങനെയാണ് കോമൺ എടുക്കുന്നത്? രണ്ടിലും കോമൺ ആയിട്ട് 2x ഉണ്ട്. 2x × x+2 എന്ന് ഇവിടെ കിട്ടും. ഇനി ഇവിടെ മൈനസ് കോമൺ ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ മൈനസ് കോമണാണ്. അതുപോലെ 3 കോമണാണ്. എന്തുകൊണ്ടാണ്? 6നെ 3 × 2 എന്ന് പറയാം. അപ്പം 3യും കോമണാ, മൈനസും കോമണാ. അപ്പം നമ്മൾ ഈ -3 വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇനി എന്തെഴുതണം? ഇവിടെ എക്സ് എഴുതണം. ഇവിടെ പ്ലസ് 2 ഉണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ പ്ലസ് എഴുതിയേ? ആ കോമൺ ആയിട്ടുള്ള മൈനസ് പുറത്തേക്ക് പോയി. ഇനി ശരിയാണോ എന്നറിയാൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. -3 × x -3x ആണ്. -3 × 2 -6 ആണ്. നമ്മൾ എടുത്തത് ശരിയാണോ എന്ന് നോക്കാൻ ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഇനിയിപ്പോൾ നമ്മൾ 2 ടൈം ആക്കി എടുത്തതിനെ. ഇത് ടൈം 1ഉം ഇത് ടൈം 2. 2 ടൈമായി. ഇനി അതിൽ കോമൺ ആയിട്ടുള്ളത് എന്താണ്? നമുക്കറിയാം. അതിൽ കോമൺ ആയിട്ടുള്ളത് x+2 ആണ്. ഉടനെ ആ x+2 ഇങ്ങോട്ട് വെളിയിലേക്ക് എടുത്തിട്ട് ബാലൻസ് വരുന്നത് ഇവിടെ 2x വന്നിട്ടുണ്ട്, മൈനസ് ഇവിടെയുണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, =0. ഇവിടെ എല്ലാം =0 ഉണ്ട്. നമ്മളിങ്ങനെ =0 ആണല്ലോ റൈറ്റിൽ കിടക്കുന്നത്. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് A × B = 0 ആണെങ്കിൽ നമുക്ക് A = 0, B = 0 ഇങ്ങനെ സെപ്പറേറ്റ് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അവരെ എഴുതാൻ പറ്റും. x+2 = 0, x+2 = 0 എന്ന് എഴുതാം. 2x - 3 = 0, 2x - 3 = 0. ഇത് നമുക്ക് 2 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പം x = -2 എന്ന് കിട്ടി. ഇവിടെ 2x = 3 എന്ന് കിട്ടി. x = 3/2 എന്ന് കിട്ടി. അപ്പം നമുക്ക് 2 ആൻസർ കിട്ടി. ഒന്ന് x = -2 ആൻഡ് x = 3/2. ഇത് ഫാക്ടറൈസേഷനിലൂടെ കിട്ടിയത്. ഇനി നമുക്ക് ഉത്തരം കണ്ടുപിടിച്ചാൽ മതിയായിരുന്നെങ്കിൽ ഇതൊന്നും ചെയ്യണ്ടായിരുന്നു. നമ്മൾ നേരെ ചെയ്യേണ്ടത്, നമുക്ക് 2 നമ്പറുകൾ കിട്ടിയപ്പോൾ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക. നമ്മൾ ചെയ്തതാണ്. 2 നമ്പർ കിട്ടിയപ്പോൾ തന്നെ 4ൻ്റെ ഓപ്പോസിറ്റ് സൈൻ -4 ആണ്, -3യുടെ ഓപ്പോസിറ്റ് സൈൻ 3 ആണ്. A കൊണ്ട് ഡിവൈഡ് ചെയ്യണം. A 2 ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ /2/2 ആൻസർ -2 3/2. പെട്ടെന്ന് കിട്ടിയില്ലേ? -2 3/2. അത് തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്, -2 3/2. അപ്പോൾ ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഈ മെത്തേഡുകൾ ഫോളോ ചെയ്യുക. അതല്ല, റൂട്ട്സ് കണ്ടുപിടിച്ചാൽ മതിയെങ്കിൽ നമ്മൾ നേരെ സെലക്ട് ചെയ്ത 2 നമ്പറുകളുടെ ഓപ്പോസിറ്റ് സൈൻ എടുത്തിട്ട് A കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസറായി. അപ്പോൾ സാറിൻ്റെ
വാട്സപ്പിൽ മക്കൾ വിളിച്ചു കഴിഞ്ഞാൽ സാറിൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സ് ഇതുപോലെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു തരും. അതുപോലെ തന്നെ സാർ ചെറിയ ബാച്ചുകളായിട്ട് 5 കുട്ടികൾ 10 കുട്ടികളുടെ ബാച്ചിൽ വളരെ ചെറിയ പ്രൈസിന് സാറിൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സ്, ലേഡി ടീച്ചേഴ്സ് ഉണ്ട്. അവർ മക്കളെ പഠിപ്പിച്ചു തരും, PDF ക്വസ്റ്റ്യൻസ് അയച്ചു തരും, പിന്നെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യും. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാ കൂട്ടുകാരിലേക്കും മക്കൾ ഷെയർ ചെയ്യണം.